ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇപ്പോൾ കാലത്തിനൊത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടവരും കാലത്തിനൊത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തവരും തമ്മിലുള്ള സംഘർഷം എന്ന രീതിയിലാണ് ചില പാർട്ടി അണികളെങ്കിലും ഇപ്പോഴത്തെ ഏറ്റുമുട്ടലുകളെ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ എ ഗ്രൂപ്പുകാരനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഐ ഗ്രൂപ്പിൽ നിന്നും അബിനും. പക്ഷേ ഈ മത്സരത്തിന്റെ ലാഞ്ചനകളൊന്നുമില്ലാതെ തന്നെ അബിൻ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എങ്ങനെ പ്രവർത്തിച്ചു എന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്താൻ എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ചാണ്ടി ഉമ്മന് സാധിക്കാത്തത്? ഇപ്പോൾ നടക്കുന്ന പ്രതികരണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? ചാണ്ടി ഉമ്മൻ അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം MLA ആയതിനു ശേഷം പോലും ആ എ ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരുന്നില്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന കുറേ നേതാക്കൾ KC ജോസഫിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്ന നാട്ടുകം സുരേഷ് അല്ലെങ്കിൽ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ വിശ്വസ്തരായിരുന്ന നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായന്, ഇന്നലെ ഒക്കെ ഉണ്ടായന്. പക്ഷെ അവരൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. കാരണം ചാണ്ടി ഉമ്മൻ ഈ അടുത്ത കാലം വരെ KC വേണുഗോപാലിൻ്റെയൊക്കെ ആളായിട്ടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഗ്രൂപ്പിന് അതീതനാണ് എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം നിന്നിരുന്നത്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു പൊടുന്നനെ അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പുകാരനായാൽ എ ഗ്രൂപ്പ് ഒന്ന് നന്നായി കാണണം അല്ലെങ്കിൽ എ ഗ്രൂപ്പുകാരനാകണം എന്ന് തോന്നുന്നത്. എന്താണ് അതിൻ്റെ ചേതോവികാരം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പഴയ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ JS അഖിൽ, നുസൂർ, ഈ ദുൽക്കിഫിൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇന്നലെ ചാനലിൽ വന്നപ്പോഴാണ് ഞാനിതൊരു കോർഡിനേറ്റഡ് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായത്. ചാണ്ടിയോട് ഞാൻ നേരിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പ്രതികരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് സീനിയറായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഈ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അവിടെ പാർട്ടി ലേബലിൽ അല്ലാതെ തന്നെ ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെയിൻറ്റ് സ്റ്റീഫൻസ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ച് ചെയർമാനായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു പൊട്ടനല്ല. പക്ഷേ ഇപ്പോൾ ഈ ഇന്നലെ തൊട്ട് അദ്ദേഹത്തെ എല്ലാവരും കിങ്ങിണിക്കുട്ടൻ എന്നും ഈ ജയശങ്കറും ഷാജൻ സ്കറിയെ പോലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അപഹസിച്ച് പല കാര്യങ്ങളും പറയുന്നത്. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയമായി ഇപ്പോൾ ബുദ്ധിയാണോ പ്രയോഗിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ഇന്നലത്തെ പ്രതികരണം മാത്രമായി ചുരുക്കണ്ടെന്നേ, അതിനു മുമ്പ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയ കാര്യങ്ങളുണ്ടല്ലോ. അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. സ്മൃതി അതാണല്ലോ പറഞ്ഞു വരുന്നത്. അതായത് അദ്ദേഹം ആദ്യം എ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നില്ല. KC ജോസഫും ഒക്കെ അദ്ദേഹം ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന കാലത്ത് അവരൊന്നും കൂടെ നിന്നില്ല. തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുമായിട്ട് തെറ്റിയ ആളാണ്. അത് പ്രകാശൻ മാസ്റ്റർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ പൊടിപ്പാറ സാറിനും ശ്രീ ജേക്കബ് ജോർജിനും ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ സതീശനുമായിട്ട് നല്ല ടേംസിലാണ്. വിഷ്ണുനാഥ് അടക്കം ഞാൻ ഒരു കാലത്തൊക്കെ വിചാരിച്ചത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടിയുടെ ചേഷ്ടകളും അദ്ദേഹത്തിൻ്റെ രീതിയിലൊക്കെ സംസാരിക്കുന്ന അദ്ദേഹം സ്വയം അറിയാതെ പോലും അനുകരിക്കുന്ന വിഷ്ണുനാഥ് ആയിരിക്കും ആ ഗ്രൂപ്പിനെ നയിക്കുക എന്നൊക്കെയാണ് ഞാൻ പണ്ട് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വിഷ്ണുനാഥിനെയൊക്കെ കവച്ച് വെച്ച് താരതമ്യേന ജൂനിയറായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ ലെഗസിയുമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ചാണ്ടി കാണുന്നത്. അപ്പോൾ ചാണ്ടിക്ക് അതിൽ കുറച്ച് പരിഭവം കാണും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടിയുടെ ജൂനിയറാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ചാനലുകളിലൊക്കെ പ്രസംഗിക്കുകയും ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളിൽ മറ്റ് പാനലിസ്റ്റുകളെയൊക്കെ നിലംപരിശാക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ടായത് പലർക്കും. അത് എനിക്കറിയില്ല ചാണ്ടിക്ക് അതിൽ പ്രശ്നമുണ്ടോ എന്ന്. പക്ഷേ അതിനൊക്കെ ശേഷം ഇപ്പോൾ പാലക്കാട് പോയി അദ്ദേഹം മത്സരിക്കുന്നു, രാഹുൽ പോയി മത്സരിക്കുന്നു. അപ്പോൾ രാഹുൽ പോയി മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പലരും കരുതിയത് രാഹുൽ തോക്കുമായിരിക്കും എന്നായിരിക്കും. ചാണ്ടി അങ്ങനെ കരുതിയൊന്നും എനിക്കറിയില്ല, പക്ഷെ പലരും അങ്ങനെ കരുതി. അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ രാഹുൽ ജയിച്ചത് 18,000 വോട്ടുകൾക്കാണ്. ആ മാറിയ പരിതസ്ഥിതിയിൽ ഇപ്പോൾ സതീശനും ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഇവരുടെ ആ അച്ചുതണ്ട്
അലോഷ്യസ് സേവ്യർ വരെ പോകുന്ന ആ നേതൃത്വം, ടോട്ടലായിട്ട് താഴേക്ക് പോകുന്ന ആ നേതൃത്വം, ആ അച്ചുതണ്ട് വളരെ സ്ട്രോങ് ആയി മാറുകയും ചാണ്ടിക്കൊരു വിമ്മിഷ്ടം, അതായത് ഇപ്പോൾ തൻ്റെ കൂടെ തന്നേക്കാൾ ഇവരൊക്കെ വലുതായിപ്പോയി, താനാണ് ഉമ്മൻചാണ്ടിയുടെ ലെഗറ്റി, അല്ലെങ്കിൽ താനാണ് അതിൻ്റെ അനന്തരാവകാശി എന്ന് അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ഈ അഖിലും നുസൂറും ഒക്കെ അദ്ദേഹത്തെ ചിലപ്പോൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ അകത്തെ കാര്യം. പെട്ടെന്ന് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ വിദേശത്തൊക്കെ അദ്ദേഹം ഇപ്പോൾ കൂടെ പോകുന്നുണ്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ്, അദ്ദേഹമാണെങ്കിൽ വളരെ ശുദ്ധഗതിക്കാരനാണ്, അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ്. പക്ഷേ അനിൽ ആൻ്റണിയെ പോലെ ഒരു പൊട്ടനാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം. അപ്പോൾ ചാണ്ടിക്ക് ഇപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ പുതുപ്പള്ളി MLA ആണെന്നുള്ളതാണ് ചാണ്ടി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പുതുപ്പള്ളിയിൽ അടുത്ത തവണ ജയിക്കുക, കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ ലേബലിൽ ഉമ്മൻചാണ്ടി ആണ് ശരിക്കും അവിടെ ജയിച്ചത്, അല്ലാതെ ചാണ്ടിയല്ല ജയിച്ചത്. അത് മനസ്സിലാക്കി പുതുപ്പള്ളി ജയിക്കുക എന്നുള്ള പോയിന്റിൽ നിൽക്കാതെ അദ്ദേഹം സതീശനുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു പലരുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് പക്വതക്കുറവാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിജ്ഞാനത്തിലുള്ള കുറവാണ്, അദ്ദേഹത്തിൻ്റെ മണ്ടന്മാരെ ഉപദേശകർ ഉപദേശിച്ചു കൊടുക്കുന്നതായിരിക്കാം. എന്തായാലും അദ്ദേഹം ഈ കാണിച്ചത് വളരെ അപക്വമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.